കാലങ്ങൾ പിന്നെയും കടന്നുപോയി. ഗാന്ധാരി ഗർഭിണിയായി. 2 വർഷത്തോളം അവളുടെ ഗർഭകാലം നീണ്ടുനിന്നു. എന്നിട്ടും അവൾ പ്രസവിച്ചില്ല. ഇതേ സമയം കാട്ടിൽ ജീവിക്കുന്ന പാണ്ഡുവിന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് അറിയുന്ന കാരണം കുന്തി പണ്ട് തനിക്ക് ദുർവാസാവ് മഹർഷിയിൽ നിന്ന് കിട്ടിയ വരം പാണ്ഡുവിനോട് പറഞ്ഞു. വരം ഉപയോഗിച്ച് ഏതെങ്കിലും ദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പാണ്ഡു കുന്തിയോട് പറഞ്ഞു. മരണത്തിന്റെയും നീതിയുടെയും ദേവനായ യമധർമ്മനെ മനസ്സിൽ ധ്യാനിച്ച് കുന്തി മന്ത്രം ജപിച്ചു. യമധർമ്മൻ പ്രത്യക്ഷപ്പെട്ട് കുന്തിക്ക് യുധിഷ്ഠിരൻ എന്നൊരു പുത്രനെ നൽകി. ഹസ്തിനപുരിയുടെ യുവരാജാവാൻ പോകുന്ന തന്റെ പുത്രനെ കണ്ട് പാണ്ഡു സന്തുഷ്ടനായി. പാണ്ഡുവിനും കുന്തിക്കും യുധിഷ്ഠിരൻ എന്നൊരു പുത്രൻ ഉണ്ടായ വിവരം ഹസ്തിനപുരം കൊട്ടാരത്തിലെത്തി. നിരാശയും അസൂയയും കൊണ്ട് ഗാന്ധാരി അവളുടെ വയറ്റിലടിച്ചു. ഒരു കുട്ടിക്ക് പകരം ഒരു മാംസപിണ്ഡം പുറത്തേക്ക് വന്നു. നിരാശയോടെ അവൾ അത് വലിച്ചെറിയാൻ തീരുമാനിച്ചു. ഈ സമയത്ത് വ്യാസമുനി ഹസ്തിനപുരം കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. ഗാന്ധാരി മാംസപിണ്ഡം വലിച്ചെറിയാൻ തുടങ്ങിയപ്പോൾ വ്യാസൻ ഇടപെട്ട് അത് തടയുകയും അവൾക്ക് 100 പുത്രന്മാർ ജനിക്കും എന്നൊരു വരവും നൽകി. ശേഷം അദ്ദേഹം അവളോട് 100 ഭരണി എടുക്കാൻ ആവശ്യപ്പെട്ടു. നെയ്യ് നിറച്ച ഓരോ ഭരണിയിലും ഒരു മാംസകഷ്ണം വെച്ചു. 100 പുത്രന്മാരെ കൂടാതെ ഒരു മകളെ കൂടി തനിക്ക് വേണമെന്ന് ഗാന്ധാരി മറുപടി പറഞ്ഞു. വ്യാസൻ തലയാട്ടി സമ്മതം മൂളി. മാംസം 101 കഷ്ണങ്ങളാക്കി മുറിച്ച് ഓരോ ഭരണിയിലും വെച്ചു. തുടർന്ന് പാത്രം തുറക്കുന്നതിന് മുൻപ് 2 വർഷം കൂടി കാത്തിരിക്കാൻ ഗാന്ധാരിയോട് വ്യാസൻ ആവശ്യപ്പെട്ടു. 2 വർഷങ്ങൾ കടന്നുപോയി. ഉത്കണ്ഠാകുലയായ ഗാന്ധാരി ആദ്യത്തെ ഭരണി തുറന്നപ്പോൾ അവൾ ഒരു ആൺകുട്ടിയെ കണ്ടെത്തി. അവന് ദുര്യോധനൻ എന്ന് പേരിട്ടു. ബാക്കിയുള്ള 100 ഭരണികളിൽ നിന്നായി ദുര്യോധനനെ കൂടാതെ 99 ആൺകുട്ടികളെയും ഒരു പെൺകുട്ടിയെയും ഗാന്ധാരിക്ക് മക്കളായി ലഭിച്ചു. യുധിഷ്ഠിരനെ പോലെ കുന്തി ആ മന്ത്രം ഉപയോഗിച്ച് പവനിൽ നിന്ന് ഭീമനെയും സ്വർഗത്തിലെ ദേവതകളുടെ അധിപനായ ഇന്ദ്രനിൽ നിന്ന് അർജുനനെയും പ്രസവിച്ചു. ഗാന്ധാരിക്ക് 100 പുത്രന്മാരും കുന്തിക്ക് 3 പുത്രന്മാരും ജനിച്ചപ്പോൾ തനിക്ക് മാത്രം കുട്ടികളില്ലല്ലോ എന്ന ദുഃഖം പാണ്ഡുവിന്റെ 2ാം ഭാര്യയായ മാദ്രിയെ വല്ലാതെ അലട്ടി. അവൾ തന്റെ ദുഃഖം പാണ്ഡുവിനോട് പറഞ്ഞു. മാദ്രിയുടെ ദുഃഖം കണ്ട് പാണ്ഡു കുന്തിയോട് ഒരു മന്ത്രം മാദ്രിക്ക് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പാണ്ഡുവിന്റെ ആവശ്യം കുന്തി സന്തോഷപൂർവ്വം അംഗീകരിച്ചു. ഇഷ്ടദേവനിൽ നിന്ന് കുഞ്ഞു ജനിക്കാനുള്ള ഒരു മന്ത്രം കുന്തി മാദ്രിക്ക് പറഞ്ഞു കൊടുത്തു. അവൾ മാദ്രിയോട് പറഞ്ഞു, ഒരു സ്വർഗസ്ഥനെ കുറിച്ച് ചിന്തിക്കൂ, അവനിലൂടെ നിനക്കൊരു കുട്ടി ലഭിക്കും. മാദ്രി ആരോഗ്യത്തിന്റെ ഇരട്ട ദേവതകളായ അശ്വിനി ദേവന്മാരെ ഓർത്തു. അവർ അവൾക്ക് ഇരട്ടകളായ 2 സുന്ദരന്മാരായ മക്കളായ നകുലനെയും സഹദേവനെയും നൽകി. സ്വർഗീയ സൗന്ദര്യവും സമൃദ്ധമായ ഊർജവും മഹാശക്തിയും പരാക്രമവുമുള്ള 5 കുട്ടികളെ കിട്ടിയതിൽ പാണ്ഡു സന്തോഷിച്ചു. ഇവർ താമസിച്ചിരുന്ന കാടുകളിലെ പർവ്വതങ്ങളിൽ വസിക്കുന്ന മുനിമാർക്കും അവരുടെ ഭാര്യമാർക്കും ആ കുട്ടികൾ വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. പാണ്ഡുവിന്റെ 5 പുത്രന്മാരെയും പഞ്ചപാണ്ഡവർ എന്നറിയപ്പെട്ടു. ഒരു ദിവസം വസന്തകാലത്ത് പാണ്ഡു തന്റെ ഭാര്യ മാദ്രിയോടൊപ്പം കാട്ടിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. വസന്തകാലം അവരുടെ വികാരങ്ങളെ ഉണർത്തി. ഇണചേരലിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ഇനം മൃഗങ്ങളെയും പക്ഷികളെയും അവർ കണ്ടപ്പോൾ പാണ്ഡുവിന് ഭാര്യയുമായി ഒന്നിക്കാനുള്ള ആഗ്രഹം തോന്നി. ഈ ആഗ്രഹത്താൽ കീഴടക്കപ്പെട്ട പാണ്ഡു മാദ്രിയെ കെട്ടിപ്പിടിച്ചു. മഹർഷിയുടെ ശാപത്തെക്കുറിച്ചോർത്ത് ഭയന്ന മാദ്രി പാണ്ഡുവിനെ എതിർത്തെങ്കിലും പാണ്ഡു തന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു. മുനിയുടെ ശാപം ഫലിക്കുകയും ഭാര്യയുമായി സംവദിക്കുന്നതിനിടയിൽ പാണ്ഡു മരിക്കുകയും ചെയ്തു. പാണ്ഡുവിന്റെ മൃതദേഹത്തിൽ കൈവച്ച് മാദ്രി ഉറക്കെ കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് കുന്തിയും കുട്ടികളും അവിടേക്ക് ഓടിയെത്തി. മുനിയുടെ ശാപം അറിയാമായിരുന്നിട്ടും ഇപ്രകാരം പ്രവർത്തിച്ചതിനാലും അതിനാൽ പാണ്ഡു മരണപ്പെട്ടതിനാലും കുന്തിക്ക് മാദ്രിയോട് വെറുപ്പ് തോന്നി. പാണ്ഡുവിന്റെ ആദ്യ ഭാര്യ കുന്തി ആയതിനാൽ പാണ്ഡുവിന്റെ ചിതയിൽ ചാടി കുന്തി പാണ്ഡുവിനെ മരണത്തിൽ പിന്തുടരാമെന്ന് മാദ്രിയോട് പറഞ്ഞു. എന്നാൽ ഈ ദുരന്തം സംഭവിക്കാൻ താൻ കാരണക്കാരിയായതിനാൽ പാണ്ഡുവിനെ മരണത്തിൽ താൻ പിന്തുടരാമെന്ന് മാദ്രി പറഞ്ഞു. അതുമാത്രമല്ല, കുന്തി ചിതയിൽ ചാടി മരണപ്പെട്ടാൽ കുന്തിയുടെ മക്കളെ സ്വന്തം മക്കളായി കണ്ട് വളർത്താനുള്ള സന്മനസ് തനിക്കില്ല എന്നും, അഥവാ താനാണ് മരിക്കുന്നതെങ്കിൽ തന്റെ മക്കളെ സ്വന്തം മക്കളായി കണ്ട് വളർത്താനുള്ള നന്മയും സ്നേഹവും കുന്തിക്ക് മാത്രമേ ഉള്ളൂ എന്നും മനസ്സിലാക്കി തന്റെ മക്കളായ നകുലനെയും സഹദേവനെയും കുന്തിയെ ഏൽപ്പിച്ച് മാദ്രി പാണ്ഡുവിന്റെ ചിതയിൽ ചാടി മരിച്ചു.